കാസർഗോഡ് പൈവെളികയിൽ 15-കാരിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കേസിൽ അന്വേഷണം നടന്നെന്ന് പോലീസിന്റെ കേസ് ഡയറിയിൽ നിന്ന് മനസ്സിലായെന്നും കോടതി പറയുന്നുണ്ട്. എന്നാൽ പോക്സോ കേസ് എന്ന ദിശയിൽ അന്വേഷണം നടത്തണമായിരുന്നെന്നും കോടതി പറഞ്ഞു. കേസ് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. കൊച്ചിയിൽ നിന്ന് ചേരുന്നത് YS അഭിനന്ദാണ്. വീണ്ടും അഭിനന്ദ്, ഗുഡ് ഈവനിങ് അഗെയിൻ. അപ്പോൾ ഈ ഒരു കേസിൽ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? കാസർഗോഡ് 15-കാരിയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇന്നാണ് കേസ് ഡയറി പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു ഈ കേസ് ഡയറി സമർപ്പിച്ചതിന് ശേഷം ഹൈക്കോടതി ഒരുപാട് ചോദ്യങ്ങളും പോലീസിനോട് ചോദിച്ചു. എപ്പോഴാണ് മരണം നടന്നതെന്ന് വ്യക്തമാക്കണം, കാണാതായ ദിവസം തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കൃത്യവിലോപം പോലീസിൽ നിന്ന് ഉണ്ടായോ എന്നതിന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലേക്ക് ഇന്ന് ഇവരെ നേരിട്ട് തന്നെ വിളിച്ചു വരുത്തിയത്. ഈ അന്വേഷണത്തിൽ ഇപ്പോൾ വിശദീകരണം നൽകാനാണ് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസ് ഡയറി പൂർണ്ണമായും തന്നെ ഹൈക്കോടതി പരിശോധിച്ചു. പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ കേസ് ഡയറിയുടെ പകർപ്പ് നൽകണമെന്ന ഹർജിക്കാരിയുടെ അഭിഭാഷകന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല കോടതി. ഒപ്പം തന്നെ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ പോലീസിനെ രൂക്ഷമായും ഹൈക്കോടതി ഇന്ന് വിമർശിച്ചു. കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടിയാണ് കോടതി സംസാരിച്ചത്. എന്ത് നടപടിയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചത്, കൃത്യവിലോപം ഉണ്ടാകുന്നു എന്ന് തെളിവാകുന്ന കുറേയധികം കാര്യങ്ങൾ കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനി കേസ് ഡയറിൽ വ്യക്തമായ ഉത്തരം പോലീസിന്റെ ഭാഗത്ത് ലഭിക്കണം. അതിന്റെ ഉടൻ തന്നെ വിശദീകരണം കോടതിയിൽ സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിസ്റ്റീന, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.